കാണാൻ കഴിയുന്ന സ്നേഹത്തിന്റെ വലയങ്ങൾ, സ്നേഹത്തിന്റെ വൃത്തങ്ങൾ സൃഷ്ടിച്ച് ഈശോ, സ്നേഹത്തിന്റെ ശൃംഖലകൾ തീർത്ത് ഈശോ മുന്നോട്ട് നീങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ആഗ്രഹിക്കുന്നതാണ് കുടുംബം എന്ന സ്നേഹത്തിന്റെ വൃത്തം, ഇടവക എന്ന സമൂഹം എന്ന സ്നേഹത്തിന്റെ വൃത്തം, അങ്ങനെ സ്നേഹത്തിന്റെ വലിയ ശൃംഖലകൾ തീർത്ത് സമൂഹത്തെ സ്നേഹത്താൽ കൂട്ടിച്ചേർത്ത് ഒരുമിപ്പിക്കണമെന്ന ചിന്തയാണ് അഭിഷേകം സ്വീകരിച്ച യേശുവിനുണ്ടായിരുന്നത്. അത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ യേശു ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുമെന്ന്. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നിയമവും പ്രവാചകന്മാരും എന്നതിന്റെ അർത്ഥം ഇതാണ് വേദപുസ്തകം മുഴുവനും. വേദപുസ്തകത്തിലെ യഹൂദ പുസ്തകങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് നിയമഗ്രന്ഥങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും നിലയിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമഗ്രന്ഥങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളുമാണ്. ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇതാണ് വേദപുസ്തകത്തിന്റെ, ഇതാണ് ദൈവവചനത്തിന്റെ മുഴുവനും സംഗ്രഹം. നീ എന്താഗ്രഹിക്കുന്നോ അത് മാത്രമേ മറ്റുള്ളവർക്ക് നീ ചെയ്യാവൂ. അത് നിന്നിലേക്ക് തന്നെ തിരിച്ച് എത്തും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ വലയങ്ങൾ തകർക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. വിദ്വേഷത്തിന്റെ വലയങ്ങൾ സൃഷ്ടിക്കുന്നു, ഗ്രൂപ്പിസത്തിന്റെ വലയങ്ങൾ സൃഷ്ടിക്കുന്നു, ഭിന്നതയുടെ വലയങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ദൂഷിത വലയങ്ങൾ സൃഷ്ടിച്ച് ആ ദൂഷിത വലയങ്ങളിൽ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നാം സൃഷ്ടിക്കുന്നു. അതിന്റെ കാരണം ആത്മാവിന്റെ അഭിഷേകം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ആത്മാവിന്റെ അഭിഷേകം ഉള്ളിടത്ത് ഏറ്റവും ചെറിയ ഭിന്നതയ്ക്ക് പോലും സ്ഥാനമുണ്ടാവുകയും ആ ഭിന്നത പോലും കണ്ണിൽ വീണ ഒരു കരട്, ഹൃദയത്തിൽ വീണ ഒരു മാലിന്യം കണ്ണിനെ അസ്വസ്ഥമാക്കുന്നത് പോലെ ഹൃദയത്തെ അസ്വസ്ഥമാക്കി അത് കഴുകി കളഞ്ഞെങ്കിൽ മാത്രമേ സ്വസ്ഥത ആ വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. അത് അഭിഷേകത്തിന്റെ ഫലമാണ്, ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ഫലമാണ്. ആത്മാവിന്റെ ആ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ തന്നെ കണ്ണുകളിൽ കരടുകൾ വീഴുകയും നാം മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഹൃദയത്തിലെ പൊഴികൾ വിതറി ഭിന്നതയുടെ, ശത്രുതയുടെ ദൂഷിത വലയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്, അഭിഷേകം സ്വീകരിച്ച വ്യക്തിയുടെ ഒരു പ്രത്യേകത രൂപഭാവങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുകയില്ല എന്നുള്ളതാണ്. കർത്താവ് എപ്പോഴും സ്പിരിറ്റാണ്, സോൾ, ചൈതന്യത്തിനാണ് ഈശോ എപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് കർത്താവ് നടത്തുന്ന അത്ഭുതങ്ങളെ ശ്രദ്ധിക്കുക. ഈശോയുടെ അത്ഭുതങ്ങൾക്ക് നിരവധി സവിശേഷതകളുണ്ട്. അവയിൽ ഒന്നും തന്നെ ഇന്ന് നടത്തപ്പെടുന്ന അത്ഭുതങ്ങളിൽ പാലിക്കപ്പെടുന്നില്ല എന്നത് വേദപുസ്തകവുമായി ഈ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പാലിക്കുന്ന അകലത്തെ സൂചിപ്പിക്കുന്നതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ബോധ്യം. കർത്താവിന്റെ അത്ഭുതങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത വെരി 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 സിമ്പിൾ, വളരെ വളരെ ലളിതം. ലാസർ മരിച്ചവനായിരുന്നു. ഈശോ പറഞ്ഞു ലാസറെ പുറത്തു വരും. ഈശോ അവിടെ നിന്നുകൊണ്ട് ബഹളമൊന്നും കൂട്ടുന്നില്ല. അതുപോലെ കാനായില് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. മരിച്ചുപോയ ബാലികയുടെ അടുത്ത് ചെന്ന് ബാലിക എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. കർത്താവ് വളരെ ശാന്തമായി, സ്വസ്ഥമായി, ബഹളങ്ങളൊന്നുമില്ലാതെ, യാതൊരു ഒച്ചപ്പാടുകളും ആവാഹ രീതികളൊന്നും കൂടാതെയാണ് ഈശോ പ്രവർത്തിക്കുന്നത്. അതുപോലെ സഭയുടെ കൂദാശകൾ നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ കൺഫെഷനോ അല്ലെങ്കിൽ മാരേജ്, നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ വിവാഹിതരാണല്ലോ. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം നിങ്ങളുടെ സമ്മതമാണ്. ഭാര്യയുടെ, സ്ത്രീയുടെ, പുരുഷന്റെ ആ സമ്മതം നൽകുമ്പോൾ സഭയുടെ നാമത്തിൽ വൈദികൻ ചോദിക്കുന്നു, ഈ നിൽക്കുന്ന സ്ത്രീയെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ സമ്മതമാണ്?
അപ്പോൾ വലിയ ഒരു ബഹളവും ഒച്ചപ്പാടില്ലാണ്ടെങ്കിൽ സമ്മതമാണേ എന്ന് പറഞ്ഞിട്ട് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് സമ്മതം അല്ലെങ്കിൽ പിന്നെ ഇവിടെ വരികയല്ല എന്നുള്ള ഒരു ചിന്തയെ മനസ്സിൽ കാണുന്നു. ഒരു ബഹളവും ഇല്ല, വളരെ ശാന്തമായിട്ടാണ്. പിന്നീടാണ് ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നതിലുണ്ടാകുന്നത്. ആ സമയത്ത് യാതൊരു ബഹളം, വളരെ ശാന്തം. കരങ്ങൾ പരസ്പരം കൊടുക്കാൻ പറയുമ്പോഴും കൈയടിക്കുക ബഹളമൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് കരങ്ങൾ. ആ സമയത്ത് എൻ്റെ ഒരു പഴയ വികാരിച്ചൻ അദ്ദേഹം വളരെ സരസമായിട്ട് കൈ പിടിച്ചിരുന്ന് കൈ വിടാൻ പറയുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് ഇപ്പം മതി വിട്ടേക്ക്, അങ്ങനെ പറയുള്ളൂ. അച്ഛൻ എപ്പോഴും ആ തരത്തിലുള്ള കമന്റുകളോട് കൂടിയാണ്, വളരെ ശാന്തമായിട്ടാണ്, എല്ലാം സ്വസ്ഥമായിട്ട്. വിശുദ്ധ കുർബാനയില് എത്ര ശാന്തമായിട്ട് ഇത് എൻ്റെ ശരീരം, പറയുന്നയാളുടെ വൈകാരിക ഭാവങ്ങളോ ആവേശമോ ഒന്നും തിരുവോസ്തിയെ അല്ലെങ്കിൽ ഓസ്തിയെ തിരു ശരീരമാക്കി മാറ്റുന്നതിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല. കർത്താവിന്റെ അത്ഭുതങ്ങളുടെ എല്ലാം പ്രത്യേകത അതാണ്. ചൈതന്യമാണ് പ്രധാനം, അതിന്റെ ഭാവമല്ല പ്രധാനം. അല്ലാതെ ഉള്ളിടത്ത് അതിന്റെ ഭാവങ്ങളാണ് പ്രധാനം. വലിയ ഭാവങ്ങള്, വലിയ രൂപഭാവങ്ങള്. മന്ത്രവാദികളൊക്കെ മന്ത്രങ്ങളൊക്കെ നടത്തുമ്പോൾ അവര് അസുലഭങ്ങളായ കാര്യങ്ങൾ ചോദിക്കും. ഉദാഹരണമായിട്ട് കന്യകയുടെ തലയോട്ടി കൊണ്ടുവരും. തലയോട്ടി അതിന്റെ ഉടമസ്ഥ കന്യകയാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ എന്താ ഒരു മാർഗമുള്ളത്? ഒരു യാതൊരു മാർഗം. അതുപോലെ ആ കാലത്ത് ലഭ്യമല്ലാത്ത ഏതെങ്കിലും ഒരു, ഉദാഹരണമായിട്ട് നമുക്കറിയാം കുടപ്പന എന്ന് പറയുന്നത് ഇവിടെയുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ആ പനയൊക്കെ വല്ല കാലത്ത് ഒന്ന് കൊലക്കുകയുള്ളൂ. അതിന്റെ ഒരു കാ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അസുലഭമായിട്ട് കാര്യമാണ്. അപ്പൊ അതിന്റെ 2 അല്ലെ 5 കുരു കൊണ്ടുവരണം, കായ കൊണ്ടുവരണം. എത്ര അന്വേഷിച്ച് നടന്നാലും ഇതൊന്നും കിട്ടാനില്ല. അസുലഭമായ കാര്യങ്ങൾ, അതുപോലെ പറഞ്ഞാൽ തിരിയില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ, ഒത്തിരിയേറെ വലിയ രൂപഭാവങ്ങളും ഒച്ചപ്പാടും ബഹളവും എല്ലാം നടത്തിയ കാര്യങ്ങൾ നടത്തുന്നത്. കർത്താവിന്റെ കാര്യത്തിൽ അതൊന്നുമില്ല. കർത്താവ് വളരെ ശാന്തമായിട്ട് നീ എഴുന്നേറ്റ് വെക്കുള്ളൂ. കട്ടിലില് തളർന്നു കിടന്നു വന്ന മനുഷ്യനോട് പറഞ്ഞു നീ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് വീട്ടിൽ പോകും. ശാന്തമായിട്ട് പറഞ്ഞു, വളരെ ശാന്തമായി. ആത്മാവിന്റെ അഭിഷേകം ഈ ചൈതന്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. വെള്ളക്കാരിയായ ഒരു സ്ത്രീ കറുത്തവരുടെ മധ്യേ പ്രസംഗിക്കാനെത്തിയപ്പോൾ പ്രസിദ്ധിയായ ഒരു പ്രഭാഷകയാണ്. കറുത്ത ഒരു സ്ത്രീ അവരെ സ്വാഗതം ചെയ്തത് ഇന്ന് വെള്ളക്കാരിയായ ഒരു വ്യക്തിയാണ് നമുക്ക് സന്ദേശം നൽകാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വെളുത്ത സ്ത്രീ പുസ്തകം ആരംഭിച്ചത് എങ്ങനെയാണ്? എൻ്റെ ഈ വെളുപ്പ് ഇതൊരു താൽക്കാലിക ഭാവമാണ്, ഇത് പ്രധാനപ്പെട്ടതല്ല. എൻ്റെ ഈ നിറം പ്രധാനപ്പെട്ടതല്ല. നാം അപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പ്രധാനമായ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നത് ആത്മാവിന്റെ അഭിഷേകമില്ലാത്തത് കൊണ്ടും ചൈതന്യം നഷ്ടപ്പെടുത്തി നിർജീവമായ ജഡത്തിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ടുമാണ്. ഗലാത്യ ലേഖനത്തിലെ 3-28 തിരുവചനത്തിലെ പുസ്തകം പറഞ്ഞു, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. യേശുക്രിസ്തുവില് എല്ലാവരും ഒന്നാണ്. ബാഹ്യ രൂപങ്ങൾക്ക് ഭാവങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു ചൈതന്യത്തെ പറ്റിയാണ് പുസ്തകം ഇവിടെ പറയുന്നത്. അതുപോലെ ഈശോയെ പോലെ ആത്മാഭിഷേകം നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ മൂന്നാമത് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് വലിയ വിനയമാണ്. മെഡ്ജുഗോറയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ പറഞ്ഞു, I am humble because I know God. The more you know God, the more humble you become. Humility becomes a fiber of your soul. Humility is not an external characteristic. Humility is a sign of our relationship with God. Humility cannot be ascertained with senses. Humility is a condition of the soul. ദൈവത്തെ അനുഭവിച്ച ആത്മാവിന്റെ ചൈതന്യം കിട്ടി കഴിയുമ്പോൾ വലിയ വിനയത്തിന്റെ, എല്ലാവരിലും ചെറിയ വ്യക്തിയാണ് ഞാൻ എന്ന അവബോധത്തിലേക്ക് എത്തുന്നു. ഈശോയുടെ പരസ്യ ജീവിത ആരംഭത്തിൽ ഈശോ നടത്തിയ പരസ്യ പ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗങ്ങള്, ആദ്യ തിരുവചനം നമ്മളിൽ ഉണർത്തുന്ന ചിന്തകൾ ഇവയൊക്കെയാണ്.
കർത്താവിനെ പോലെ അഭിഷേകം സ്വീകരിക്കാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്നേഹത്തിന്റെ നിറവിൽ പ്രവർത്തിക്കാൻ, ആന്തരിക ചൈതന്യത്തിന്റെ പ്രചോദനത്തിൽ ജീവിക്കാൻ, വലിയ വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറാൻ, അതെല്ലാം വേണ്ട അനുഗ്രഹങ്ങൾ ഈ ആത്മീക ചൈതന്യ അഭിഷേകം നമ്മളെ പ്രാപ്തരാക്കും. ആ വിധത്തിലുള്ള ഒരു അഭിഷേകമാണ് ക്രിസ്തീയ സംസ്കാരത്തിന്റെ ഹൃദയം. അത് ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. നല്ല ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.